ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായി നമുക്ക് ഓരോ കാര്യങ്ങൾ റെഡിയാക്കി വെക്കണം. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം റെഡിയാക്കി വെക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം അതിനായി 3 ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു പാത്രത്തിലേക്കിട്ട് ചൂടാക്കാൻ പോവുകയാണ്. 3 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർക്കുന്നു. അത് നന്നായി ഒന്ന് ചൂടാക്കിയെടുത്ത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചു വെക്കണം. അങ്ങനെ കുരുമുളകും പെരിഞ്ജീരകവും കൂടെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ 3 സവോള എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ 2 കുടം വെളുത്തുള്ളി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവയെല്ലാം കൂടെ ഒന്ന് ചതച്ച് വയ്ക്കണം. ഒരു വലിയ തക്കാളി എടുത്തരിഞ്ഞ് അത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ച് വയ്ക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കുരുമുളകും പെരിഞ്ജീരകവും പൊടിച്ചു വെച്ചു. വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട്. സവോള 3 എണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പൊടികളായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, എല്ലാം 1/2 ടീസ്പൂൺ വീതം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. പാത്രം അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്തത്. ഈ കറി ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയായിരിക്കും കുറച്ച് നല്ലത്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുന്നു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത് ആ എണ്ണയിലേക്ക് ചേർക്കുന്നു. അത് നന്നായി ഒന്ന് ഇളക്കി ചേർക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി തുടങ്ങുമ്പോഴേക്കും നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. അത് നന്നായി ഇളക്കി കൊടുത്ത് അത് ശരിക്കും ഒന്ന് ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പൊടിയില്ലേ, 1/2 ടീസ്പൂൺ വീതം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതുകൂടി അതിലേക്ക് ചേർക്കാം. ഇനി അതിലേക്ക് നമ്മൾ ആ പൊടിച്ചു വെച്ചിരിക്കുന്ന പെരിഞ്ജീരകവും കുരുമുളകും അതുകൂടി അതിലേക്ക് ചേർക്കാം. അതിലൊരു 1/2 ടീസ്പൂൺ മാറ്റി വയ്ക്കാം നമുക്ക് അവസാനം ചേർക്കാൻ. അതല്ലെങ്കിൽ എക്സ്ട്രാ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്താലും മതി അവസാനം ചേർക്കാനായിട്ട്. ഞാനിതിപ്പോൾ മാറ്റി വയ്ക്കുകയാണ്. അത് നന്നായി ഇളക്കി ചേർത്ത് മൊരിച്ചു വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് കൂടി അതിലേക്ക് ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് അത് നന്നായി ഒന്ന് ഇളക്കി ചേർക്കുക. ഞാനിവിടെ തീരെ ഡ്രൈ ആയിട്ടുള്ളതല്ല, കുറച്ചൊന്ന് കുറുകിയ ചാറോടെയാണ് വെക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി അത് അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് 1-2 പ്രാവശ്യമെങ്കിലും മൂടി തുറന്ന് അതൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അത് ഒരുവിധം ചാറൊക്കെ കുറുകി ചിക്കനൊക്കെ വെന്ത് എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നതുണ്ടോ. ഇങ്ങനെയാവുമ്പോഴേക്കും ഇതിൻ്റെ ഒരു 90% ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന ആ 1/2 ടീസ്പൂൺ കുരുമുളകും പെരിഞ്ജീരകവും പൊടിച്ചതിൻ്റെ പൊടിയും പിന്നെ കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് ഇളക്കി വെക്കാം. ഇനി ഒന്നും കൂടി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ മതി. ഇതാ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ കുറച്ച് മല്ലിയില തൂകുകയോ അല്ലെങ്കിൽ കറിവേപ്പിലയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാം.